ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാർ അറസ്റ്റിലായിരിക്കുന്നു. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സിജോ, കൂടുതൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയാണ് SIT അല്ലേ? ദേവസ്വം ബോർഡ് മുൻ അംഗമായിട്ടുള്ള എൻ വിജയകുമാറിനെ SIT അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് അന്വേഷണ സംഘം വിളിച്ചു വരുത്തുകയായിരുന്നു. നമ്മളിപ്പോൾ കാണുന്ന ഈഞ്ചയ്ക്കുള്ള ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് രാവിലെ ദിവസമായി ചോദ്യം ചെയ്തത്. ഇയാളുടെ പങ്ക് വ്യക്തമായ സാഹചര്യത്തിലാണ് അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ദേവസ്വം അന്ന് ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക ശില്പവും അതോടൊപ്പം തന്നെ കട്ടളപ്പാളിയും കൊണ്ടുപോയതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇവർ സഹായം ചെയ്തു കൊടുത്തു എന്നുള്ള കൃത്യമായ വിവരം അന്വേഷണ സംഘത്തിൽ ലഭിച്ചു. നേരത്തെ ഇതിൽ തങ്ങൾക്ക് പങ്കില്ല എന്നുള്ള വിവരമാണ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിൽ പങ്കുണ്ടെന്നുള്ള വ്യക്തമായ വിവരം SITക്ക് ലഭിച്ചു. ആ ഒരു സാഹചര്യത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം എൻ വിജയകുമാറിന്റെ അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്തിരുന്നത്. നേരത്തെ ഇരുവരും മൊഴി നൽകിയിരുന്നെന്ന് പറയുന്നത് ഇവർക്ക് ഇതിൽ പങ്കില്ല, കാരണം ഇതിൽ ഇയാൾ പത്മകുമാർ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമാണ്, തങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്നതായിരുന്നു. പക്ഷേ ഈ ആരോപണം, ഈ വിവാദം ഇവർ തള്ളുകയാണ് ചെയ്തിരുന്നത്. അതേ തുടർന്നാണ് വിശദമായ ചോദ്യം ചെയ്യലിലേക്കും പിന്നീട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇന്ത്യക്കുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ്. രാവിലെയാണ് എൻ വിജയകുമാറിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി അന്വേഷണ സംഘം വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നത്. ഇതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇയാൾ കോടതിയെ സമീപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഈ പറയുന്ന രീതിയിൽ വിശദമായ ചോദ്യം ചെയ്യലിനെ വിളിച്ചു വരുത്തുകയും പിന്നീട് കഴിഞ്ഞ തവണ ഇത് കോടതിയുടെ പരിഗണനയ്ക്കെത്തിയപ്പോൾ രൂക്ഷമായ വിമർശനം തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. വിജയകുമാറിനെയും അതുപോലെ തന്നെ ശങ്കരദാസിലേക്കും എന്തുകൊണ്ട് അന്വേഷണ സംഘം എത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യമൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു പിന്തുടർച്ച എന്ന രീതിയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അറസ്റ്റ് എന്ന് കരുതാമോ? തീർച്ചയായും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് അന്വേഷണ സംഘത്തിന് വലിയ വിമർശനമുണ്ടായിരുന്നു. കാരണം ഈ ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും കൊണ്ടുപോയപ്പോൾ അത് ബോർഡിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണെന്നാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പത്മകുമാർ മൊഴി നൽകിയിരുന്നത്. എന്നാൽ ഇവരുടെ ചോദ്യം ചെയ്യൽ 2 തവണയാണ് നേരത്തെ എൻ വിജയകുമാറിനെ അതോടൊപ്പം തന്നെ ശങ്കർദാസിനെയും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നത്. അതിനുശേഷം ഇവർ നൽകിയിരുന്ന മൊഴി എന്ന് പറയുന്നത് ഇതിൽ തങ്ങൾക്ക് പങ്കില്ല, പത്മകുമാർ ഒറ്റയ്ക്കെടുത്ത തീരുമാനം എന്നായിരുന്നു. ഈ ഇതുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന് എതിരായിട്ട് അവർ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിനുള്ള ഒരു അപേക്ഷ കൊണ്ടുവരുന്നു. അത് പത്മകുമാറാണ് ആദ്യം തങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അന്ന് എൻ വിജയകുമാറും അതോടൊപ്പം തന്നെ KP ശങ്കരദാസും പറഞ്ഞിരുന്നത് ഇത് നേരായ രീതിയിൽ ബോർഡിലേക്ക് വരട്ടെ, അപേക്ഷയായി തന്നെ വരട്ടെ എന്ന് പറഞ്ഞ് അത് ബോർഡിലേക്ക് വിടുകയാണ് ചെയ്തത്. പിന്നീട് അതിൽ ചില നടപടികൾ വന്നു. ആ കാര്യങ്ങളിലൊന്നും തങ്ങൾക്ക് പങ്കില്ല എന്നുള്ളൊരു വാദമാണ് അവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ അത്തരത്തിലല്ല, ഇതിൽ പങ്കുണ്ട് എന്നുള്ള കൃത്യമായ വിവരം SITക്ക് ലഭിച്ചു. ആ ഒരു സാഹചര്യത്തിലാണ് തുടർ ചോദ്യം ചെയ്യലും പിന്നീട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് എന്തായാലും അപ്പോൾ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോകേണ്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകാനുള്ളത് KP ശങ്കർദാസ് ആണ്. അന്ന് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ വേണ്ടി തീരുമാനമെടുത്ത സംഘത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ബോർഡിലുണ്ടായിരുന്ന അംഗങ്ങളിൽ ഒരാൾ ഇനി അറസ്റ്റിലാകാനുള്ളത് ശങ്കർദാസ് ആണ്. എന്തുകൊണ്ടാണ് ഇവരെ പ്രതി ചേർക്കാത്തത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം കഴിഞ്ഞ തവണ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലൊക്കെ കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് തുടർ അറസ്റ്റ് വന്നിരിക്കുന്നത്. ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു അറസ്റ്റാണ് ഇപ്പോൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. സിജോ സൂചിപ്പിച്ചതുപോലെ തന്നെ വിഷയവുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്ന് രണ്ടുപേരും, വിജയകുമാറും ശങ്കർദാസും ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ SIT ഈ വിജയകുമാറിനെതിരെ എന്തൊക്കെ കണ്ടെത്തലുകളിലേക്കാണ് എത്തിയിരിക്കുന്നത്? ഈ സ്വർണ്ണപ്പാളികൾ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടതിൽ വിജയകുമാറിന് അറിയാം, അല്ലെങ്കിൽ പങ്കുണ്ട് എന്നുള്ള കൃത്യമായ തെളിവുകളൊക്കെ SITക്ക് ലഭ്യമായിട്ടുണ്ടോ നിലവിൽ? രണ്ടുപേർക്കും ശങ്കർദാസ്
ും ഈ തീരുമാനത്തിൽ പങ്കുണ്ടെന്നുള്ള കൃത്യമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് സാധൂകരിക്കുന്ന ചില പ്രധാനപ്പെട്ട തെളിവുകളും ഇന്ന് ചോദ്യം ചെയ്യലിനിടെ എൻ വിജയകുമാറിന് മുന്നിൽ വയ്ക്കുകയുണ്ടായി. ഇതൊന്നും നിഷേധിക്കാൻ എൻ വിജയകുമാറിന് സാധിച്ചില്ല. അതിനെ തുടർന്നാണ് അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്തിരുന്നത്. ഇവർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിടാൻ വേണ്ടി തങ്ങൾ തീരുമാനമെടുത്തിട്ടില്ല. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ എ പത്മകുമാറാണ് അതിന് തീരുമാനമെടുത്തത്. അന്ന് ഇത്തരത്തിലൊരു അപേക്ഷ ബോർഡിന് മുന്നിലേക്ക് വരുന്നു. ബോർഡ് എന്ന് പറയുമ്പോൾ ഇവർ 3 പേര് ബോർഡ് അംഗങ്ങളെ മുന്നിലേക്ക് വരുന്നു. അത് കൊണ്ടുവരുന്നത് എ പത്മകുമാറാണ്. അന്ന് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ശരിയായ തരത്തിൽ ദേവസ്വം ബോർഡിന് ഒരു അപേക്ഷയായി വരട്ടെ, അത്തരത്തിൽ വരുമ്പോൾ പരിശോധിക്കാം എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ പിന്നീട് അത് ഒരു അപേക്ഷയായി വരുന്നു. ആ അപേക്ഷ വന്ന സാഹചര്യത്തിൽ ഇതിൽ കൃത്യമായ ഇടപെടലുകൾ, പങ്ക്, അതിൻ്റെ അറിവ് ഒക്കെ എൻ വിജയകുമാറിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുകയും ഇപ്പോൾ ഈഞ്ചക്കലിലെ ഓഫീസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ പങ്ക് നിഷേധിക്കാൻ പറ്റുന്ന തെളിവുകളല്ല ഈ അന്വേഷണ സംഘം മുന്നോട്ട് വച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. നേരത്തെ 2 തവണ ഈ എൻ വിജയകുമാറിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു. ആ 2 ജയിലിനും വിജയകുമാർ ആവർത്തിച്ച് പറഞ്ഞിരുന്നത് അല്ല എന്നായിരുന്നു. പക്ഷേ അത് പൊളിക്കുന്ന തെളിവുകളും വിവരങ്ങളുമാണ് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി എന്തായാലും ഇനിയും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘത്തിന് പോകേണ്ടതുണ്ട്. കാരണം ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം ഇനി ചോദ്യം ചെയ്യലിലേക്ക് പോവുക. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായി കസ്റ്റഡി ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വിജയകുമാറിന്റെ മാത്രം ചോദ്യം ചെയ്യലാണ് ഉണ്ടായിരുന്നത്. ശങ്കർദാസിന്റെ കാര്യത്തിൽ എന്താണ് SITയുടെ നിലപാട്?